ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്നത് കറി വെക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പണിയിലൊക്കെ ആയിരുന്നു. അത് കാരണം ആ വീഡിയോ എടുക്കാൻ ഞാൻ. അപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു നമുക്കൊന്ന് ഇന്ന് രാത്രി ഒന്ന് മീൻ വലയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലയിട്ടതാണ്. അപ്പോൾ നമുക്കിത് അത്യാവശ്യം കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അവൾ തന്നെ വലയിട്ടതും എടുത്തതും ഒക്കെ. അപ്പം ആ വലയിടുന്ന വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ. 3 കിട്ടിയില്ലേ? അപ്പം നമ്മൾ കുറുവ എമ്പലിയാണ്. തൂളിയാണ്. അപ്പം നമ്മൾ മഴ പ്രതീക്ഷിച്ച് വലയിട്ടതാണ്, കറിക്ക് വേണ്ടിയിട്ട് വലയിട്ടതാണ്. ഉണ്ടോ, ശകലം മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ചാളായിട്ട് നമ്മൾ വലയിടാതിരിക്കുകയായിരുന്നു. തൂളിയാണ്ട് ഊരിപ്പോയി, ഫ്രഷ് തൂളി. ചെമ്പല്ലിയെ, ഫ്രഷ് ചെമ്പല്ലിയ അല്ലേ? ചെമ്പല്ലി ഇറങ്ങി അങ്ങോട്ട് നീക്കി വെച്ച് കാരി. ഓഹോ, വാളക്കാരി കണ്ടു. ഇല്ല, അത് ജീവനുണ്ട്. ഇത് ചത്തല്ലേ? പക്ഷെ പച്ചേ മൂളുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ കാരി? ചെമ്പല്ലി പിടയ്ക്കുന്ന ചെമ്പല്ലി. വേണ്ട, എടുക്ക്. പിന്നെ അതിനുള്ളതേ ഉള്ളൂ. കാറ്റ് കാരണം വെള്ളം പോവാണ്. മഴക്കാറുണ്ടല്ലേ? മഴക്കാറുള്ളത് കൊണ്ട് നമ്മൾ കറിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടതാണ്. വലയുടെ കാലാവധി കഴിഞ്ഞു, പുതിയ വല വേണം. എന്നാ കാര്യമായിരിക്കും. ചെമ്പല്ലിയ കുറുവ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ചെമ്പല്ലി അത്യാവശ്യം മീനുണ്ടല്ലേ? കുറച്ച് നാളുകൾ കൂടി നമ്മളിന്ന് വലയിടുക. കറിക്ക് വേണ്ടി ഇട്ടതാ. അത്യാവശ്യം മീനുണ്ട്. 2 വല ഇട്ടിട്ടുണ്ട്. വള്ളം പിടിച്ച ചെമ്പല്ലി ഉണ്ട്. എൻ്റെ ഓനെ ഇഷ്ടം പറഞ്ഞില്ല.
മഴ പെയ്യാഞ്ഞിട്ട് ഈ കളി കണക്കിനൊന്നും മഴ പെയ്തിരുന്നില്ല. നമ്മൾ ഒറ്റകൊണ്ട് മഴ പെയ്തുമില്ല. തുഴയില്ല, പങ്കായത്തിനാണ് പിടിക്കുന്നത്. ഉണ്ടോ പങ്കായോ? ഒരു കൈ കൊണ്ട് പങ്കായം പിടിച്ചിട്ട് നിൽക്കുന്നില്ല. എൻ്റെ പൊന്നെ, 2 വല നമ്മളിട്ടിട്ടുണ്ട്. ഒരു വല തീർന്നില്ല. അതിൻ്റെ ചെമ്പല്ലി കയ്യുടെ അവിടെ കണ്ടോ? ജീവനുള്ളതല്ലേ? മീൻ ഇഷ്ടപ്പോലും ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മുടെ ഒരു വല തീരാറായി. സമാപന മീനൊന്നുമില്ല. ഒരു വല തീരുമ്പോൾ മീൻ കാണണ്ട. ഇല്ലല്ലേ? അടുത്ത വല വരുന്നുണ്ട്. 60-ൻ്റെ വലയാണ്. ഇതിലുണ്ട ഇച്ചിരിയുടെ മുഴുത്ത മീനായിരിക്കും കിട്ടുകയാണെങ്കിൽ. ഇങ്ങോട്ടായിട്ടിരിക്കുന്നത്. അയ്യോ, പൊക്കരുത് പൊക്കരുത്. ആ പോള കയറിയില്ല. പോള കയറി പിടിച്ച അതിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പോളയാണ്. പോള പിടിച്ചു മക്കളെ, പോള പിടിച്ച് കുഴപ്പമില്ല, ശകലേ ഉള്ളല്ലേ. അറുപതിൻ്റെ വലയിലൊന്നും ഇല്ല. 60-ൻ്റെ വലയിൽ മീൻ കാണേണ്ടതാ. നേരത്തെ ഈ വലയിലായിരുന്നു മീൻ കൂടുതൽ. ഇതിലൊന്നും ഇല്ല. കൊള്ളാം. ആ ചെമ്പല്ലി, സെറ്റപ്പ് ചെമ്പല്ലി. അല്ല, അതിൻ്റെ വലിപ്പം കണ്ടോ? ഇതാണ് 60-ൻ്റെ വലയിൽ കിട്ടിക്കുകയാണ് ചെമ്പല്ലി എന്ന് കാണിക്കണം. ഈ ചെമ്പല്ലിയുടെ കൂട്ടത്തിൽ ആ ചെമ്പല്ലി വീഴുമ്പോൾ കണ്ടോ അതിൻ്റെ വലിപ്പം. അത് താഴെ പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കിടന്നപ്പം കണ്ടോ വലിപ്പം കണ്ടോ? അതാണ് 60-ൻ്റെ വരെ കിട്ടുന്ന ചെമ്പല്ലിയുടെ വലിപ്പം. ഊപ്പച്ചെമ്പില്ലേ, അത് ഗ്രഹപ്പഴയ്ക്ക് ഉടക്കുന്നതാണ്. വേറെ വള്ളക്കാർ കണ്ടോ രാവിലെ വലയിട്ടിട്ട് അവർ പൊക്കി കഴിഞ്ഞ് നമ്മൾ
എഴുന്നേറ്റ് വന്നപ്പോൾ അവർ പൊക്കി മീനും എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ടുകൂടി വരാലും കൊണ്ട് പോയുണ്ടോ? മുട്ടം വരാലാ പോയത്. ഇതേ പഴവലയാണെങ്കിൽ അടിച്ച് കീറി പോകുന്നു. ആ മുട്ട കുറുവ. കുറുവ കുറുവ ഫ്രഷ് കുറുവ. ആ എന്നാ ഉണ്ട്? എല്ലാം ഉണ്ടോ? കുറുവ വല തീരാറായിരിക്കുകയാണ് ഏകദേശം. ഒരു മുഴുത്ത കുറുവായി ഒരു മുഴുത്ത ചെമ്പല്ലി. ഇതേ കിട്ടിയത് 60 അല്ലേ? അങ്ങനെ നമ്മുടെ 2 വല എടുത്തത് കഴിഞ്ഞിരിക്കുക. തീർന്നു. അതിന് അത് തരാൻ വന്നതാ. നിങ്ങൾ ഇട്ടേ. അപ്പൊ നമ്മളിത് രാവിലെ കറിക്കൊന്നും ഇല്ലാഞ്ഞിട്ട് ഇന്നലെ അവള് വലയിട്ട് ആ വലയിട്ട മീനെടുത്ത് നമുക്ക് അത്യാവശ്യം കറിക്കുള്ള മീൻ കിട്ടി. കണ്ടോ? കാര്യമുണ്ടോ? കാരി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ കാരി കിട്ടാനില്ല. ഇതൊക്കെ റയറായിപ്പോ. ഉണ്ടോ? ഇത്ര ഇട്ടിട്ട് ഒരു കാര്യമായിട്ട് ഉണ്ടോ? ഒരു മുഴുത്ത ചെമ്പല്ലി ഉണ്ട്. എന്തിരി ചെമ്പല്ലി? ആ ഒഴിയത്. ഇതൊക്കെ നമുക്ക് ഫ്രഷ് മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ കണ്ടോ, കാര്യമുണ്ട്, ചെമ്പല്ലിയുണ്ട്, തൂളിയുണ്ട്, കുറുവായുണ്ട്, എല്ലാ ഐറ്റം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറിവൊക്കെ. ഉണ്ടാ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.